ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീട്ടിലെ വർക്കൗട്ടിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് ബാക്ക് വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അതും ഒരു എക്യുപ്മെൻറ്റ്സും ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെസ്റ്റ് വർക്കൗട്ട്, ഞാൻ ചെയ്യുന്ന ചെസ്റ്റ് വർക്കൗട്ട് വീട്ടിൽ എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ലാതെ. പിന്നെ രണ്ടാമത്തെ ദിവസമായിരുന്നു ഇന്നലെ ഞാൻ ലെഗിൻ്റെ വർക്കൗട്ടായിരുന്നു ചെയ്തത്. അപ്പം ഇന്ന് ഞാൻ ബാക്ക് വർക്കൗട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഒപ്പം വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ബെനിഫിറ്റായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫ്രണ്ട്സ്, അപ്പം നമ്മൾ വർക്കൗട്ടിന് മുമ്പായിട്ട് അല്പം വാമപ്പ് ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റ് ഞാൻ മസ്റ്റായിട്ടും വാമപ്പ് ചെയ്യും. കാരണം വാമപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ വർക്കൗട്ടിന് മുമ്പ്. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ ആദ്യമേ ബോഡി വെയ്റ്റ് വർക്കൗട്ടുകൾ ചെയ്ത് വന്ന് പതുക്കെ വെയ്റ്റ് ട്രെയിനിങ്ങിലോട്ടൊക്കെ പതുക്കെ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ പോകട്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ ബോഡി വെയ്റ്റ് വർക്കൗട്ടുകൾ മാത്രം ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഡംബൽസുകളും ബാറുകളും ഉപയോഗിച്ചുള്ള വർക്കൗട്ടൊക്കെ ആരംഭിക്കും. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ കുറച്ച് നാളുകളായിട്ട് വർക്കൗട്ടൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിലാണ് തുടങ്ങാൻ ആഗ്രഹിച്ചത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ബോഡി വെയ്റ്റ് വർക്കൗട്ടിൽ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള വർക്കൗട്ടുകളൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യാം. നിങ്ങൾക്കിപ്പം ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ടിൽ നിങ്ങൾക്ക് പങ്കാളികളാവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാൻ പുള്ളപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുള്ളപ്പ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പുള്ളപ്പ് ചെയ്യാൻ ബാറുകളൊന്നും തന്നെ ഇല്ല. അപ്പം വീട്ടിൻ്റെ ഷെയ്ഡുണ്ട് റൂമിനകത്ത്. അപ്പോൾ ആ ഷെയ്ഡിനകത്ത് തന്നെ ആണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ 2 സെറ്റാണ് പുള്ളപ്പ് ചെയ്യുന്നത്. പുള്ളപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഒരു 6 റപ്സും പിന്നെ ഒരു 5 റപ്സും ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളപ്പ് ബാറിനകത്താണെങ്കിൽ നമുക്ക് പുള്ളപ്പ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, റപ്സ് കൂട്ടി ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഷെയ്ഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കൈ ഇങ്ങനെ പിടിച്ച് ചെയ്യുന്ന സമയത്ത് ആ കൈയുടെ ഗ്രിപ്പ് ഭാഗത്തായിട്ട് വേദന എടുക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് 6ഉം 5ഉമായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, കാരണം നമുക്കൊരു പുള്ളപ്പ് ബാറിനകത്ത് ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു സുഖം നമുക്ക് ഈ ഒരു ഷെയ്ഡിൽ പുള്ളപ്പ് ചെയ്താൽ കിട്ടില്ല. അപ്പം ഇത് രണ്ടാമത്തെ സെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഞാൻ 5 എണ്ണമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കമോൺ. 1 2 3 4 5. അപ്പം ഇതോടുകൂടി എൻ്റെ പുള്ളപ്സിൻ്റെ 2 സെറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി ഞാൻ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പം ആ വർക്കൗട്ടുകൾ ഞാൻ 10 റപ്സ് വെച്ചിട്ട് 3 സെറ്റാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ആദ്യത്തെ വർക്കൗട്ട് ഇതാണ്. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടവലാണ് ഉപയോഗിക്കുന്നത്. അപ്പം 10 റപ്സിൻ്റെ 3 സെറ്റാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത വർക്കൗട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇത് ഞാൻ 10 റെപ്സിൻ്റെ 3 സെറ്റാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ മൂന്നാമത്തെ സെറ്റ്, അപ്പം ഇത് ഞാൻ 10 റെപ്സാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അടുത്ത 4ാമത്തെ വർക്കൗട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 4ാമത്തെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് 10 റെപ്സിൻ്റെ 3 സെറ്റായിരിക്കും. ഓക്കെ.
അപ്പം എൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് ഇതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഞാൻ ലാസ്റ്റത്തെ എൻ്റെ ബാക്കിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത്. ഇതും ഞാൻ 10 റെപ്സിൻ്റെ 3 സെറ്റാണ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനൊക്കെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് എൻ്റെ ഫസ്റ്റ് സെറ്റാണ്. ഇനി ഞാൻ 2 സെറ്റും കൂടെ ചെയ്യും. അപ്പം ആ ഒരു 2 സെറ്റും കൂടെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ബാക്കിൻ്റെ വർക്കൗട്ട് ഫിനിഷ് ആവുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.